I'm here inside my house. Sahadeva Mandira, Molatiyamalam, Pio Mavelikira, Baranika village, Pallikal Nadivile Muri. Ward number. This is Baranika village. Okay. Ward number. This ward number is 1, and my house number is 89. And you can see the here that SNDP tower. Okay. This is 323 SNDP. ഈ 323 നമ്പർ SNDP ന്ന് അതേ സൈഡിൽ വീട് വെച്ച് നോക്കുവാണെങ്കിൽ രണ്ടാമത്തത് മറ്റേന് ഇത് കൺസ്ട്രക്ഷനാണ്. മറ്റേത് എൻ്റെ വീട്ടിലാണ്. ഇപ്പം ഇതാണ് ആദ്യത്തെ വീട് താമസമുള്ളത്. SNDPയിൽ നിന്നും കിഴക്കോട്ട് വരുമ്പോൾ ആദ്യത്തെ ആൾത്താമസമുള്ള വീട് എൻ്റേതാണ്. പഴയ വീട് 1960കളിൽ വെച്ച വീടാണിത്. എൻ്റെ അച്ഛൻ ഓടിട്ട ഒരു നല്ല വീട്. ഓക്കെ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഓക്കെ. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്രിമിനൽസിനെ കുറിച്ചാണ്. ഈ എങ്ങനെയാണ് ഇൻഷുറൻസ് മോഷ്ടിച്ച് ജീവിക്കുന്ന പല രീതിയിൽ ഒരു രീതിയൊന്നുമല്ല, പല രീതിയിൽ ഇൻഷുറൻസ് മോഷ്ടിച്ച് ജീവിക്കുന്നവരാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കി കാണാം, ചില വീട്ടിൽ 5ഉം 6ഉം ഒക്കെ വെഹിക്കിൾസ് തന്നെ കാണും. മനസ്സിലായില്ലേ? ഇതൊക്കെ ഇതിനുള്ളൊരു ഇതാണ്. ആളാമ്പ്രതി വാഹനങ്ങളാണ്. സ്കൂട്ടി, പിന്നെ ബൈക്ക്, കാറ്, ഇങ്ങനെ പലതും. ഇതെല്ലാം ഇപ്പോൾ ഒരു എന്താണ് പറയുന്നത്, ഈ ഇൻഷുറൻസ് മോഷണം നടത്തുന്നതിൻ്റെ ഒരു ഭാഗമാണിതെല്ലാം. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ അതുപോലെ ഇതൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര ഈ നമ്മുടെ എന്താ പറയുന്നത്, ഈ പാർട്സൊക്കെ കിട്ടും ഇങ്ങനെ ചളുങ്ങിയത് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ടൊക്കെ അതങ്ങനെയൊക്കെ പല പല പരിപാടികളാണ്. വെഹിക്കിൾ ഇൻഷുറൻസ്, അങ്ങനെയുള്ള മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പല കള്ളത്തരങ്ങളുണ്ട് ഇവർക്ക്. പിന്നെ ഇങ്ങനെ പിന്നെ നാടകങ്ങൾ, ബ്രേക്കപ്പായി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ അങ്ങനെയൊക്കെയുള്ള കുറേ ഡ്രാമകളൊക്കെ ഉണ്ട്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേരിൽ നമ്മുടെ ബന്ധുക്കളുടെ പേരിലല്ലാതെ അന്യരുടെ ഇതിലേക്ക് നമ്മളുടെ ഈ ഇൻഷുറൻസ് കിട്ടുന്നതൊക്കെ അത് തെളിവില്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ, ആരൊക്കെ ഇവിടെ വരുന്നു എന്നൊക്കെ വെച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിതൊന്നും ചെയ്യുന്നില്ല, നമ്മുടെ ബന്ധുക്കൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടി. പക്ഷേ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ഈ ബന്ധുക്കളാണ്. മനസ്സിലായില്ലേ? ഈ ബന്ധുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ വീട്ടുകാർ ഭയങ്കര ക്രിമിനൽസാണ്. അവർ എന്നെ എങ്ങനെയെങ്കിലും റെഡിയാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇതാക്കുന്നത്. കാരണം നമുക്ക് ആദ്യമൊന്നും ഇതറിയത്തില്ലായിരുന്നു. പിന്നെയാണ് ഇപ്പം ഈ വള്ളിക്കോട്ടൊരു ശാന്തയെന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൊച്ചിലെ മുതൽ എൻ്റെ അച്ഛനോട് എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ ഭയങ്കര ശത്രുക്കളായിരുന്നു. പിന്നെ എൻ്റെ അമ്മ വീട്ടുകാരും ശരിയല്ലായിരുന്നു. വഴക്കും ബഹളങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര, നിങ്ങൾക്ക് ഈ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ, നിങ്ങൾക്ക് കായംകുളം കോടതിയിൽ ചെന്ന് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഇവിടെ സദാനന്ദ മന്ദിരത്തിലെ ഇവരുമായിട്ടും ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനുമായിട്ടും ഒക്കെ ഏകദേശം 2000-ത്തിനും മേളിൽ 2002-നും മേളിൽ വരെയും കേസുകളും കോടതി സിവിലും ക്രിമിനൽ കേസുകളും ഒക്കെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അത് വസ്തു സംബന്ധമായിട്ടുള്ളത്, അടിപിടി കേസുകൾ, കല്ലെറിഞ്ഞ കേസുകൾ, അങ്ങനെ പല രീതിയിലുള്ള കേസുകളുണ്ട്. ഇപ്പോഴും ഇവന്മാർ പിന്നെ ഇതൊക്കെ അങ്ങോട്ട് മാറ്റി പിടിച്ചിട്ട് ഇപ്പം പിന്നെ സൈലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവന്മാരുടെ കയ്യിലിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ ചില ആപ്പുകളുണ്ട്. ഇപ്പം തന്നെ എൻ്റെ തലയിലേക്ക് ഇങ്ങനെ നമ്മുടെ തലയുടെ യഥാർത്ഥ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ ഈ ചെയറിൽ വന്നിരിക്കുമ്പം ഇവന്മാർ ഇത് തുടങ്ങും. നമ്മുടെ തലയിലോട്ട് സോണിക് വെപ്പൺ അടിക്കുക, അങ്ങനെ നമ്മുടെ സെർവിക്കൽ സ്പൈനിനെ എഫക്റ്റ് ചെയ്യാനായിട്ട് ഈ സോണിക് വെപ്പൺ യൂസ് ചെയ്യുക, അങ്ങനെ ഇതൊക്കെ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോണിക് വെപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും സൗണ്ട് വേവ്സ് അത്ര പവർഫുൾ ആണോ എന്ന്. സൗണ്ട് വേവ്സ് വളരെ പവർഫുള്ളാണ്. നിങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് സൗണ്ട് വേവ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയിലെ സ്റ്റോൺസ് ഒക്കെ പൊടിക്കാൻ വേണ്ടി, അതിനാണ് ലിത്തോട്രിപ്സി എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അന്വേഷിക്കാം. അൾട്രാസോണിക് സൗണ്ടാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം പറയുന്നതെല്ലാം നിങ്ങൾക്ക് അന്വേഷിക്കാം. നിങ്ങൾക്കൊക്കെ തന്നെ അറിയാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ സൗണ്ട് വെച്ച് നമ്മുടെ തലയിലോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് നമ്മുടെ തല ഇങ്ങനെ മരയ്ക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. അപ്പം
ഇങ്ങനെ പലത് ചെയ്യുക. ഇവിടെ ആരോ ഉണ്ട്, ഈ സദാനന്ദ മന്ദിരത്തിലോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ, അല്ലെങ്കിൽ ഈ വീടിനകത്ത് ആരോ പമ്മി കയറി ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഈ SNDP 323 നമ്പർ SNDPയിൽ ആരോ ഇരുന്നിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ വീടുകളിൽ സുഭദ്ര എന്നൊക്കെ പറയുന്നവരുടെ കുറച്ച് വീടുണ്ട്, നമ്മൾ അവരുടെയൊക്കെ വീടുകളിലിരുന്ന് ഈ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. ആരോ മൊബൈൽ യൂസ് ചെയ്യും. അപ്പം ഈ പോലീസിനെല്ലാം അറിയാം ആപ്ലിക്കേഷൻ ഉണ്ടെന്നും മൊബൈലിനകത്ത് ഇതെല്ലാം എന്തൊക്കെയോ നമ്മുടെ സൗണ്ട് വേവ്സിനെ ഇവരുടെ കൺവേർട്ട് ചെയ്ത് ഇങ്ങോട്ട് നമ്മളിലേക്ക് വിടുക, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇവന്മാർ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ നമ്മളെ ഒത്തിരി വണ്ണം വെപ്പിച്ച് ഇതാക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെന്തൊക്കെയോ നിങ്ങൾക്കറിയാം. പിന്നെ ആൾമാറാട്ടം നടത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ വണ്ണം വെപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, ഉള്ളിൽ ലഞ്ച് ഡിന്നറും കഴിക്കുന്നില്ല. പിന്നെ ഇപ്പം പുതിയ എന്താ പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. 4 മണി കഴിഞ്ഞാൽ എന്താ ചോറൊന്നും കഴിക്കാറില്ല, മനസ്സിലായില്ലേ? അപ്പം തന്നെ എത്രയോ മണിക്കൂറുകളുടെ ഫാസ്റ്റ് ആയി കഴിഞ്ഞു. 12 മണിയാകുമ്പോഴേ പിന്നെ കഴിക്കത്തുള്ളൂ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് ഡേ അപ്പം തന്നെ എത്ര മണിക്കൂർ, ഇന്ന് 4 മുതൽ തുടങ്ങി നെക്സ്റ്റ് ഡേ 12 വരുമ്പം തന്നെ എത്ര മണിക്കൂറത്തെ ഫാസ്റ്റിംഗ് ആണെന്ന് നിങ്ങൾ ഓർത്തോണം. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് ഇവന്മാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ബ്ലോട്ടിങ് ഗ്യാസ് അടിച്ചങ്ങ് വീർപ്പിക്കുക, അങ്ങനെ പല പല രീതിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ പല ക്രിമിനൽ ആക്ടിവിറ്റീസാണ് ഇപ്പോൾ ഇവന്മാർ ചെയ്യുന്നത്. ഇവന്മാരെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഇവിടെ പോച്ചേൽക്കാരെന്ന് പറയുന്ന വീട്ടുകാരെക്കുറിച്ചും എൻ്റെ അമ്മ വീട്ടുകാരും ഇതുപോലെ തന്നെ വഴക്കാളികളായിരുന്നു. അവിടെയും ഭയങ്കര വഴക്കാളിത്തരമായിരുന്നു. ജലജയും ശാന്തയും ലീലയും എല്ലാം കൂടെ കിടന്ന് സ്വത്തിന് വേണ്ടി കടിപിടിയായിരുന്നു ഇവന്മാർ. 6 എണ്ണവും കൂടെ ഭയങ്കര ബഹളമായിരുന്നു. ഭയങ്കര ബഹളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബഹളം, നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്താണ്, ഇവളുമാർ തമ്മിൽ ഈ ഇടയ്ക്കൊക്കെയാണ് എല്ലാം മിണ്ടാൻ തുടങ്ങിയത് തന്നെ. ജലജയും ലീലയും കൂടെ ഒക്കെ ബത്ത ശത്രുക്കളായിരുന്നെന്നായിരുന്നു ആക്ടിങ് ഒക്കെ. ഇപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര അടയും ചക്കരയുമാണ്. ഇതിങ്ങനെയാണ്, ചില സമയത്ത് അടയും ചക്കരയും, ചില സമയത്ത് പിന്നെ കീരിയും പാമ്പും, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളാണ് ഇവൾ മാറുന്നത്. അപ്പം പല സ്വഭാവക്കാരികളാണ് ഇവളുമാർ. അതുപോലെ ഈ ശാന്തയെന്ന് പറയുന്നവൾ എന്താ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നെ. കാരണം ഞാനൊരിക്കൽ ഒരു 2018 ലീലയെന്ന് പറയുന്നവരെ ഹോസ്പിറ്റലിൽ കാണാൻ ചെല്ലുകയും അവിടെ പന്തളം മെഡിക്കൽ മെഷീനിൽ ഇവൾ എന്നെ കണ്ടതും എന്താ പറയുന്നത് ഈ ചുമന്നത് കണ്ട കാളയുടെ കൂട്ടൊക്കെ തുടങ്ങി. സത്യത്തിൽ പറഞ്ഞാൽ ചുമപ്പ് കാണുമ്പോൾ ഈ ചില കാളകൾക്ക് എന്തൊക്കെയോ തോന്നുമല്ലോ, അങ്ങനെ ഇളകാൻ തുടങ്ങിയിട്ട് നമ്മളോട് ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് എന്നെ അങ്ങ് ചീത്ത വിളിക്കാൻ തുടങ്ങി. ഒത്തിരി പേര് നിൽപ്പുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഇവൾ പറയുന്നതൊക്കെ കൊച്ചുമോൾ പാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രീതായസ് പണിക്കർ പാവം എന്ന്. എന്ത് പാവമാണെങ്കിൽ അവൾ പാല് കൊടുക്കട്ടെ. കൊലയും നടത്തുന്നവളാണ് പാവം എന്ന് പറയുന്നത്. അപ്പോൾ എന്തോ എന്നെ വെച്ചിട്ട് ഇവളുമാർക്കൊന്നും പറ്റുന്നില്ല, എന്നെ എന്തൊക്കെയോ വകവരുത്തണം. അപ്പം ഞാൻ ഇരിക്കുന്നത്, അപ്പോൾ അവളുടെ ആ ഉള്ളിക്കിടക്കുന്നതെല്ലാം കൂടെ തികട്ടി വരികയാണ്. അതാണ് പറയുന്നത് കൊച്ചുമോൾ പാവം. അപ്പോൾ എന്നെ അങ്ങ് വകവരുത്തണമെന്ന് നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല. 10-17 വർഷങ്ങളായി. അപ്പോൾ ഇതൊന്നും നടക്കുന്നില്ല നേരം. അപ്പോൾ ഇവൾക്ക് എന്തൊക്കെയോ മനസ്സിലായി. ഇവളുമാരൊന്നും ഉദ്ദേശമൊന്നും നടന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുമാരൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വകവരുത്തിയിട്ട് ഈ ബിജുപിയും പ്രീതായസ് പണിക്കറും കൂടെ ഒന്നിച്ച് ജീവിക്കാമെന്നുള്ളതൊക്കെയായിരുന്നു മനസ്സിൽ കണ്ടത്. പക്ഷെ നടന്നില്ല. 17 വർഷങ്ങൾ താണ്ടി പിന്നെ അപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. ഇതായി ഇവൾ വേറെ തമിഴ്നാട്ടുകാരനെ കല്യാണം കഴിച്ച് അവനെ വകവരുത്തി. എന്നിട്ടും ഇവളുമാർ വിചാരിച്ച എൻഡിലേക്ക് കൊണ്ടുവരാൻ ഇവളുമാർക്ക് പറ്റാതായപ്പോൾ ഫ്രസ്ട്രേഷൻ കാരണമാണ് ഇവൾ പന്തളം മെഡിക്കൽ മെഷീൻ വെച്ച് എന്നെ കാണുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങിയത്. വല്ല CCTV ക്യാമറ അന്നത്തെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പം കാണാൻ അങ്ങനെ അങ്ങ് ഇളകുമായിരുന്നു ഇവൾ. എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അവസാനം ഇവളുടെ ഇളയ മോൻ പ്രവീൺ എന്ന് പറയുന്നവൻ പോലീസിലൊക്കെയാണെന്ന് പറയുന്നത്. നമുക്കറിയത്തില്ല എന്തോ പോലീസിലാണോ പട്ടാളത്തിലോ. നമുക്ക് ഇവളുമാരൊക്കെ പലതും പറയും. പല കള്ളന്മാരും ഉണ്ട് പട്ടാളത്തിലാ പട്ടാളത്തിലാന്നൊക്കെ പറഞ്ഞേച്ചൊന്നും ആയിരിക്കത്തില്ല. അപ്പം ഇവൻ പിടിച്ച് തള്ളി കാറിനകത്താക്കിക്കൊണ്ട് ഇവളെ കൊണ്ടുപോയി അവിടുന്ന്. അതുപോലെ ബഹളമായിരുന്നു ഇവൾ പണ്ടേ അങ്ങനെയാണ്. ഇവൾ പലരോടും ബഹളം. ഇവളെക്കുറിച്ച് പണ്ടേ എനിക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജമ്മയുടെ ഭർത്താവിൻ്റെ അനിയൻ രവീന്ദ്രൻ എന്ന് പറയുന്നവൻ്റെ മകൻ എന്ന് പറയുന്ന ആളുടെ മകൻ ഷിക്കുലാൽ എന്ന് പറയുന്നവൻ എന്നോട് പറഞ്ഞു. അപ്പം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ അമ്മയുടെ അനിയത്തിയെ വള്ളക്കാരൻ പോലും കയറ്റത്തില്ലെന്ന്. അപ്പം
ഇവൻ എൻ്റെ പുറകിന് വന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ ഇതിലായിരുന്നു, ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കല്യാണം നടക്കാത്തതിൻ്റെ റീസണിനായിട്ട് ഒരെണ്ണം പറഞ്ഞതാണ്, നിൻ്റെ അമ്മയെ എന്തോ ഈ ഷിക്കുലാലിൻ്റെ അമ്മ പറഞ്ഞെന്ന് എൻ്റെ അമ്മയുടെ അനിയത്തിയെ വള്ളക്കാരൻ പോലും കയറ്റത്തില്ലെന്ന്. ഈ പറയുന്ന ആളുടെ അമ്മയെ അത്ര ശരിയല്ല. അവർ പറയുന്ന കഥകളൊക്കെ കേട്ടാൽ നമുക്കറിയാം എത്രമാത്രം ഒരു സ്ത്രീയെക്കുറിച്ച് ഡീഗ്രേഡ് ചെയ്ത് പറയുമ്പോൾ നമുക്കറിയാം ഇവരൊക്കെ എത്രമാത്രം നല്ലവരാണ്. ഇവരൊക്കെ എന്തിനാണ് ഒരു മരിച്ച വീട്ടിൽ വന്നിരുന്ന ഒരാളിനെക്കുറിച്ച് അവരുടെ വീട്ടിൽ ജോലിക്ക് നിന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. ചെറുതാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ചിലവരുടെ ഇങ്ങനെ വന്നിരുന്ന് ഒരാളിനെക്കുറിച്ച് ഇങ്ങനെ ദുഷിക്കുന്നത്, ആ സ്വഭാവം അത് ഇതുപോലെ തന്നെ തേർഡ് റേറ്റ് സ്വഭാവമാണ്. അപ്പോൾ ഇവരൊക്കെ ഒരേപോലെയുള്ള ആൾക്കാരാണ്, മനസ്സിലായില്ലേ? അപ്പം നല്ല ഉദ്ദേശത്തോടെ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഇലന്തൂരാണ്. ഈ ഇലന്തൂര് പിന്നെ വള്ളിക്കോട്, ഇലവന്തിട്ട, ചെന്നീർക്കര, മാവേലിക്കര, ഈ കായംകുളം, കണ്ടല്ലൂർ, ഓലകെട്ടിയമ്പലം, പന്തളം, ഉളനാട്, പിന്നെ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. എന്താണെന്നറിയോ, ഈ SNDPക്ക് പ്രോമിനൻസ് ഉള്ള സ്ഥലങ്ങളാണ്. ഇവർ ഭയങ്കര പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവർ പല രീതിയിലുള്ള കള്ളത്തരങ്ങളും ചെയ്യുന്നവരാണ് ഈ ഈഴവ ജാതി എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് എടുത്താലറിയാം, ഈഴവ ജാതി വെച്ച് വളരെ പെട്ടെന്നാണ് ഭയങ്കര പല രീതിയിൽ ഇങ്ങനെ ഇതായത്. എന്താ പറയുന്നത്, ചിലവരുടെ കയ്യിലൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം, ഈ കള്ള് കച്ചവടം അങ്ങനെയൊക്കെയുള്ള പലതും ഇവരുടെ കയ്യിലാണ്. അപ്പം പല രീതിയിലുള്ള കള്ളത്തരങ്ങളും ഗൂണ്ടായുസവും ഉണ്ട്. അതുപോലെ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറയേണ്ട കാര്യങ്ങളില്ല. അപ്പം ഇവരുടെയൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഷുറൻസ് മോഷണം അങ്ങനെ പല രീതിയിലുള്ള ഹെൽപ്പ് ഈ ശാഖ വഴി കിട്ടുന്നുണ്ട്. പല ഡ്രാമകൾക്ക് ശാഖ കൂട്ടാണ്. ഇതിനെല്ലാമാണ് ഈ ശാഖ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പല കള്ളത്തരങ്ങൾ ഇതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭയങ്കര വഴക്കും ബഹളങ്ങളും ഉള്ളതാണ്. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മതി. കായംകുളം മുൻസിഫ് കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലും VK രത്നമ്മയും സുബ്രഹ്മണ്യൻ, ശശീന്ദ്രൻ എന്നൊക്കെ പറയുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത കേസുകളുടെ എണ്ണങ്ങൾ അറിയാനും, മാവേലിക്കര മാവേലിക്കര ഡിസ്ട്രിക്ട് കോർട്ട്, പിന്നെ മാവേലിക്കര മജിസ്ട്രേറ്റ് കോർട്ട് ഇവിടെയൊക്കെ കൊടുത്ത കേസുകളുടെ എണ്ണങ്ങൾ അറിയാനും, ഇവിടെ ഈ എത്ര വെച്ചാൽ 93 മുതൽ അങ്ങോട്ട് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം കേസുകളും വഴക്കുകളും ഈ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ഇപ്പോഴും ഇവന്മാർ എന്നെ എങ്ങനെയെങ്കിലും വകവരുത്തിയിട്ട് ഇപ്പം പിന്നെ ഈ പ്രീതായസ് പണിക്കറും സദാനന്ദ മന്ദിരത്തിക്കാരും സുബ്രഹ്മണ്യനും ഈ രാജമ്മയെന്ന് പറയുന്നവളും എൻ്റെ അമ്മ വീട്ടുകാരും ഒക്കെ ഒന്നാണ്. ഇതുപോലെ തന്നെ ഈ ശാന്തയെന്ന് പറയുന്നവർക്ക് ഈ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുമായിട്ട് ഒക്കെ കണക്ഷൻസ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. ഞാൻ എൻ്റെ 4ാം ക്ലാസ്സിലോ അതിലോ ചെറുതായിരിക്കുമ്പം ഇവരുടെ ഈ വള്ളിക്കോട്ട് വീട്ടിൽ ചെന്നപ്പം എൻ്റെ അച്ഛനോടൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പലപ്പോഴും എൻ്റെ അച്ഛനെ 3 സൈഡിൽ ഈ 9 സെൻറ്റ് മാത്രമേ ഉള്ളായിരുന്നു അന്നിവിടെ ഈ വസ്തുവായിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ വീട് അന്ന് ഫ്രണ്ട് ഇവിടെയായിരുന്നു. ഈ ഫ്രണ്ടിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ഇങ്ങനെ മുള്ളുവേലിയിട്ട് അടച്ചു. അപ്പം ഞങ്ങൾ ഇങ്ങനെ തെക്കോട്ട് തുറന്ന് ഇങ്ങനെ ഇറങ്ങി വരണം. അന്ന് ഇങ്ങനെയൊന്നും അല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇറങ്ങി വരണം. അപ്പം ഇവിടെ എല്ലാം മുള്ളുവേലിയിട്ടു. അതുപോലെ തന്നെ ഈ സൈഡും മുള്ളുവേലിയിട്ടു. അതുപോലെ തന്നെ വടക്കേ സൈഡും എന്ന് പറയുന്നതും മുള്ളുവേലിയിട്ട് അടച്ചു. അപ്പം ഈ 3 സൈഡും മുള്ളുവേലിയിട്ട് അടച്ച് അത് ഇപ്പം ഞങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്ത് ഈ കർട്ടൻ പോലെ ഉള്ള ഇതിൻ്റെ ബാക്കിൽ 17 സെൻറ്റ് സ്ഥലം കൂടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അടച്ച് ഞങ്ങൾ ഇതിനകത്താക്കിയായിരുന്നു എൻ്റെ അച്ഛനെ, മനസ്സിലായില്ലേ ഇവന്മാർ. എന്നിട്ട് അപ്പോൾ അങ്ങനെയുള്ള പിന്നെ എൻ്റെ അച്ഛനോട് നിരന്തരം ഉപദ്രവമൊക്കെ ആയിരുന്നവരെ നമ്മൾ തീർച്ചയായിട്ടും സ്നേഹിക്കുമോ വെറുക്കുമോ നിങ്ങൾ പറയുക. അപ്പോൾ ഇവനെ ഈ സദാനന്ദ മന്ദിരത്തിൽ സോമരാജൻ എന്ന് പറയുന്നവനെ ഈ നാട്ട് മുഴുവൻ വിളിക്കുന്നത് പൂച്ചക്കണ്ണൻ എന്നാണ്. കാരണം അതിന് കാറ്റൈസാണ്. അപ്പം ഞാൻ ഈ ശാന്തയെന്ന് പറയുന്നവരുടെ വീട്ടിൽ ചെന്ന് പൂച്ചക്കണ്ണൻ എന്ന് പറഞ്ഞപ്പോഴത്തേന് ഇവർ എൻ്റെ നേരെ ചാടി വീണിട്ട് നീ എന്തോ വിളിക്കുന്നത്, ഞാൻ കുഞ്ഞാണെന്ന് ഓർക്കണം, വെറും 4ലോ 3ലോ പഠിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അടുക്കൽ അത്ര വലിയ ഇതൊന്നും ഇല്ലല്ലോ. 3ലും 4ലും നമ്മുടെ അച്ഛനോട് ചെയ്യുന്നത് കണ്ടിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. ഒരു മക്കളും അച്ഛനെ തല്ലുന്നവരെയും അച്ഛനോട് വഴക്കിടുന്നവരെയും നല്ല പേര് വിളിച്ചു അല്ലെങ്കിൽ വിളിക്കുന്നവർ പൊട്ടരായ മക്കളാണ്, അല്ലെങ്കിൽ അച്ഛനോട് സ്നേഹമില്ലാത്ത മക്കളാണ്. അപ്പം
ഇവളുടെ മക്കളെ ഇവൾ സമ്മതിക്കുമോ? ഇവളോട് എതിരുള്ളവർക്കെതിരെ ഇവളുടെ മക്കൾ എന്തോ കുഞ്ഞമ്മയെന്നും ചിറ്റപ്പാന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ചെന്നാൽ ഇവൾ സമ്മതിക്കുമോ? ഈ ശാന്തയെന്ന് പറയുന്നവർ, വള്ളിക്കോട്ടുകാരി ശാന്ത സമ്മതിക്കുമോ? അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ എൻ്റെ കൺമുന്നിൽ വെച്ച് പുരികത്തടിക്കുക, ഹോസ്പിറ്റലിലാകുക എല്ലാം ചെയ്തവരെ ഞാൻ എന്താ തേനേ പാലയെന്ന് വിളിക്കണോ? അപ്പം ഞാൻ പൂച്ചക്കണ്ണൻ എന്ന് പറഞ്ഞു. 3-ോ 4-ോ പഠിക്കുകയാണ്. അപ്പോൾ ഇവളെന്നെ ക്രോസ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഒന്ന് കൊച്ചതാണ്, നമ്മളിന്ന് കരയാൻ തുടങ്ങി. ഇന്ന് ഞാൻ ആ ദിവസം മറന്നിട്ടില്ല, എൻ്റെ മനസ്സിലതുണ്ട്. കാരണം ഇവളുടെ ആ ഒരു ഇതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനെ ഉപദ്രവിച്ചവരെ ഇവൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവളുമാർക്ക് എൻ്റെ അച്ഛനെ ഉപദ്രവിക്കുക, എൻ്റെ അച്ഛനെ വകവരുത്തുക എന്നുള്ള ഗൂഢമായ ഉദ്ദേശം അന്നേ ഉണ്ട്. ഇവളുമാർ അത്ര ശരിയുള്ളവളുമാരല്ല, വല്യത്തെ അവളുമാർ. അവളെന്ന് ഈ 6 എണ്ണം എന്ന് പറഞ്ഞാൽ കെടി കെട്ടിയവളുമാരാണ്, ഉള്ള കാര്യം പറയാമല്ലോ. കെടി കെട്ടിയവളുമാരാണ്. ഈ പ്രീതായസ് പണിക്കർ എന്ന് പറഞ്ഞാൽ ഈ രാജമ്മയെന്ന് പറഞ്ഞാൽ അതിലപ്പുറമാണ് അവൾ SNDP സ്കൂളിലാണ്. ഇതുപോലെ കുറേ എണ്ണം എല്ലാം ഇങ്ങനെ SNDP സ്കൂളിൽ നടക്കുന്നവളുമാരാണ് ഈ വല്യത്തുള്ളത്. നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം. ഈ രാജേഷ് എന്ന് പറയുന്നവൻ, ലീലയുടെ മകൻ രാജേഷ്, അവൻ്റെ ഭാര്യ ഒരു ശ്രീദേവി, പിന്നെ ഈ എന്താണ് ശാന്തയെന്ന് പറയുന്നവരുടെ മകൻ ഒരു SNDP സ്കൂളിലായിരുന്നു. പിന്നെ ഇപ്പോൾ അവൻ ഗവൺമെൻറ്റിൽ എഴുതി കിട്ടിയെന്ന് പറയുന്നത് വേറെ എങ്ങാണ്ട് ആറന്മുളയൊക്കെ ആയിരുന്നു. പിന്നെ അവൻ്റെ ഭാര്യ ഒരു സീന, അവളും SNDPയിലാണ്, കൊല്ലം. അപ്പോൾ ഇവളുമാർക്കൊക്കെ നല്ല ഇതാണ് ഈ SNDPയുമായിട്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇവളുമാർക്കൊക്കെ ഹിഡൻ അജണ്ടാസ് ഉണ്ട്. എന്നെ വകവരുത്തിയേച്ച് എന്തൊക്കെയോ ഇതെല്ലാം BJP-യും ഇവരുടെ ഇതാണ്. അപ്പം ഇതെല്ലാം സദാനന്ദ മന്ദിരത്തിക്കാർക്ക് കൊടുത്തിട്ട് എന്തൊക്കെയോ അങ്ങനെയൊക്കെ വലിയ ഇതോടെയാണ് എന്നെ ഈ BJP എന്ന് പറയുന്ന അവനെ കൊണ്ട് ട്രാപ്പ് ചെയ്യിപ്പിച്ചത്. എനിക്ക് അവനെ ഇഷ്ടമോ ഒന്നും അല്ലായിരുന്നു. അവൻ എൻ്റെ അടുക്കൽ അപ്രോച്ച് ചെയ്തതാണ്, എൻ്റെ നമ്പർ വാങ്ങിച്ചതാണ്, ഇതെല്ലാമാണ് സത്യസന്ധമായ കാര്യം. എനിക്ക് അവനോട് യാതൊരു താല്പര്യമില്ലായിരുന്നു. ഇവൻ നമ്മുടെ പുറകിന് നടന്ന് വന്ന് നമ്മുടെ നമ്പർ വാങ്ങിച്ച് ഇതാക്കിയതാണ്. ഇവൻ ട്രാപ്പ് ചെയ്യാനായിട്ട് എന്നെ മനഃപൂർവ്വം വന്ന് ട്രാപ്പ് ചെയ്തതാണ് ഈ BJP എന്ന് പറയുന്നവൻ, കണ്ടല്ലൂരുകാരൻ. ഇവൻ നമ്പർ 1 കള്ളൻ. എൻ്റെ സ്വത്തുക്കളും എൻ്റെ അന്ന് മുതൽ എൻ്റെ സ്വർണം ഇവൻ എനിക്ക് തന്നിട്ടില്ല. ഒരു വള പോലും ഇടാൻ സമാധാനത്തോടെ തന്നിട്ടില്ല. എൻ്റെ മാലകൾ തന്നിട്ടില്ല. അങ്ങനെ പലതും. ഇപ്പോഴും എനിക്ക് 66 പവൻ ഇവൻ തരാനുണ്ട്. ഞാൻ ബന്ധം ഒഴിഞ്ഞതാണ് ഇവൻ എനിക്ക് 66 പവൻ തരാനുണ്ട്. ഇവൻ്റെ യാതൊരു വിധമായ മെയിൻ്റനൻസോ ഒന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല. ഇവൻ ഇവിടെ ഒട്ടെങ്ങും വരാൻ യാതൊരു അവകാശവും ഇല്ല. എന്നിട്ടും ഇവൻ പല രീതിയിൽ നമ്മളെ ഫോളോ ചെയ്യാൻ, നമ്മളെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ BJP എന്ന് പറയുന്നവനും. പിന്നെ ഇവന് ഈ എന്താ പറയുന്നത്, BJP എന്ന് പറയുന്നവൻ അതിനൊക്കെ എൻ്റെ ഈ തെളിവുണ്ട്. സുബ്രഹ്മണ്യൻ ഒക്കെ പറയുന്നു ബിജു നല്ലവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നതിനെല്ലാം എനിക്ക് തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇവന്മാരൊക്കെ ആയിട്ട് നല്ല കണക്ഷൻസാണ്. ഇനി നിങ്ങൾക്ക് BJPയെക്കുറിച്ചുള്ള പിക്ചർ കിട്ടണമെങ്കിൽ നിങ്ങൾ കണ്ടല്ലൂരുള്ള പലരോടും നിങ്ങൾ അന്വേഷിച്ചാൽ ഇവൻ ഒരു 2 വർഷം മുന്നേ മാത്രം സ്വത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഇവൻ്റെ അനിയൻ ബിനൂപി എന്ന് പറയുന്നവൻ ഇവൻ്റെ വീട്ടുപേരെന്ന് പറയുന്നത് ഞാൻ തരാം. കണ്ടല്ലൂർ സൗത്ത് മണിവേലിക്കടവാണ് ഇവൻ്റെ ഇത്. അപ്പോൾ ഇവൻ്റെ ഇതെന്ന് പറയുന്നത് അപ്പം മോഹൻ സിംഗ് എന്ന് പറയുന്ന വന്ന് കാറൊക്കെ ഇട്ട് കണ്ടല്ലോ, അതാണ്. അപ്പം ഇവനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ BJPയെക്കുറിച്ച് പറയുകയാണ്. ഇവൻ്റെ വീടെന്ന് പറയുന്നത് കണ്ടല്ലൂർ സൗത്ത് മണിവേലിക്കടവ്. പിന്നെ ഇവിടെ ഒരു സൊസൈറ്റി ഉണ്ട്, 14-10 സൊസൈറ്റിയുടെ ബ്രാഞ്ച് ഉണ്ട്, അവിടെയാണ്, അതിനടുത്താണ്. അപ്പോൾ അവിടെ ചെന്ന് നിങ്ങൾക്ക് BJP കാട്ടിൽക്കുന്നേൽ ഹൗസ്, കണ്ടല്ലൂർ സൗത്ത് PO കായംകുളം, ഇതാണ് ഇവൻ്റെ അഡ്രസ്സ്. അവിടെ ചെന്ന് അന്വേഷിച്ചാൽ കറക്റ്റായിട്ട് ആളുകൾ പറഞ്ഞു തരും. ഇവൻ 5.5 or 6 ഏക്കറോ സ്വത്തുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. പിന്നെ ഏതാണ്ട് കുറച്ച് മാത്രമുണ്ട്. ഇപ്പോൾ 1 ഏക്കർ 1.5 കാണുമായിരിക്കും. ബാക്കിയെല്ലാം ഇവൻ വിറ്റിട്ടിങ്ങനെ നടക്കുകയാണ് ഇവൻ്റെ ജോലി. ഇവൻ്റെ അനിയനെന്ന് പറയുന്നവൻ വേറൊരു സ്ത്രീയുമായിട്ട് അവരുടെ കൂടെ ഗൾഫിൽ പോയി തിരിച്ചു വന്നു. ഇപ്പോൾ ഇവൻ കണ്ടവരുടെ എല്ലാം പെരപ്പുറത്താണ് കിടക്കുന്നതെന്നാണ് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് അന്വേഷിക്കാം.
ബിനു പി എന്നാണ് അവൻ്റെ പേര്. ഇവൻ്റെ പേര് ബിജു പി. ഇവൻ്റെ അച്ഛൻ്റെ പേര് പ്രിയൻദാസ് കാട്ടിക്കുന്നിൽ. നിങ്ങൾ ഇനി ഇത് നന്നായിട്ട് കറക്റ്റായിട്ട് അന്വേഷിച്ചാൽ മതി ഇത് സത്യമാണോ അല്ലയോ എന്നുള്ളത്. ഇവൻ ഇപ്പം താമസിക്കുന്ന ഇവൻ്റെ സ്വന്തം വീട്ടിലൊന്നുമല്ല, പലരത് കൂടുന്ന ആളുടെ വീട്ടിലാണ്, കുടുംബ വീട്ടിൽ പലരുടെ അവകാശങ്ങളുള്ള ഒരു വീട്ടിലാണ് ഇവൻ താമസിക്കുന്നത്. ഇവൻ വക്കീലാണ്, കായംകുളം കോടതിയിലാണ്. ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം ഈ പറയുന്നതൊക്കെ സത്യമാണോ അല്ലയോ എന്നുള്ളത്. ഇവനാണ് നമ്മളെ ഇനി വെച്ച് ജോബ് ലോസ് ഇൻഷുറൻസ് വാങ്ങിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് നടക്കുകയാണ്. അതിനെല്ലാം കൂട്ടി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കള്ളനാണ് ഇവൻ. വടക്കേലൊരു സുബ്രഹ്മണ്യൻ, ഈ സമാനന്ദ മന്ദിരത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്. ഇവന്മാർക്ക് കൂട്ട്. മനസ്സിലായില്ലേ? ഇവന്മാരാണ് ഇതിനെല്ലാം കൂട്ട് നിൽക്കുന്നത്.